വന്യജീവി ആക്രമണങ്ങളിൽ മനുഷ്യജീവനുകൾ പൊലിയുന്നത് നിത്യസംഭവമായ സാഹചര്യത്തിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ UDF പ്രഖ്യാപിച്ച ഹർത്താൽ തുടങ്ങി. ഹർത്താലിൽ രാവിലെ തന്നെ സംഘർഷങ്ങളും അരങ്ങേറി. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനിടെ വയനാടിന്റെ പ്രവേശന കവാടമായ ലക്കിടിയിൽ UDF പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. വാഹനം തടഞ്ഞു പ്രതിഷേധിച്ച ഹർത്താൽ അനുകൂലികളെ പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. വന്യജീവി ആക്രമണത്തിൽ തുടർച്ചയായി മനുഷ്യജീവനുകൾ കൊല്ലപ്പെട്ടിട്ടും സർക്കാർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. പ്രതിദിനം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വന്യജീവി ആക്രമണത്തിൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുകയാണ്. മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും സർക്കാർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താലെന്ന് UDF ജില്ലാ ചെയർമാൻ KK അഹമ്മദ് ഹാജി, കൺവീനർ PT ഗോപാലക്കുറുപ്പ് എന്നിവർ അറിയിച്ചു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 2 പേരാണ് വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രി അട്ടമലയിലും തിങ്കളാഴ്ച വൈകുന്നേരം നൂൽപ്പുഴയിലും ഉണ്ടായ കാട്ടാന ആക്രമണത്തിലാണ് 2 പേർ കൊല്ലപ്പെട്ടത്. 43 ദിവസത്തിനിടെ 4 പേർ വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ കൊല്ലപ്പെട്ടു. ബുധനാഴ്ചയും വയനാട്ടിൽ ഹർത്താൽ ആചരിച്ചിരുന്നു. തൃണമൂൽ കോൺഗ്രസും ഫാർമേഴ്സ് റിലീഫ് ഫോറവും ചേർന്നായിരുന്നു ഹർത്താൽ സംഘടിപ്പിച്ചത്.